അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ കളർ ഡ്രസ്സാണ്. അപ്പം നമ്മളതായിരിക്കുകയാണ്. അപ്പം രാവിലെ തന്നെ വെള്ളം കൂപ്പിക്കൊണ്ട് എന്താ നിൽക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് ആണ് കേട്ടോ. അപ്പം ഞാനത് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഒരു വിധത്തിൽ സെറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഫുഡ് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ദോശയാണ് കേട്ടോ. ഈ ദോശ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു പേപ്പർ ദോശയാണ്, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാനിത് ഓരോ കടുകൾ മാറ്റിയിട്ടാണ് ഞാനത് കഴിക്കുന്നത്. കാരണം എനിക്ക് കടുക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിനെ പെറുക്കി മാറ്റി വെച്ചിട്ടാണ് എനിക്ക് കഴിക്കുക കേട്ടോ. കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെറുക്കണമല്ലോ, പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കാനും പറ്റില്ല. എനിക്ക് എന്തത് ഇഷ്ടമല്ല. പിന്നെ കഴിക്കുമ്പോൾ എനിക്ക് റീൽസ് കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ തോണ്ടി അങ്ങനെ ഇരിക്കണം. വേറെ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിൽ റീൽസ് നോണ്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പത്തേനും തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സമയമായി എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 9:30 ഓഫീസ് ആയതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ കാണാം കേട്ടോ. അല്ലെങ്കിൽ വെയിൽ കാണത്തന്നെയില്ല. അപ്പോൾ നമ്മൾ ഓഫീസിൽ തിന്ന് പ്രവണേച്ച് നടക്കുന്നുണ്ട്. പഞ്ച് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഞാനും ആ പഞ്ച് ചെയ്യാനുള്ള തത്രപ്പാടിൽ ഞാനും പോയിട്ട് പഞ്ചൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഞാൻ വെച്ചപ്പോൾ പ്ലീസ് ട്രൈ അഗെയിൻ ആയിരുന്നു. പിന്നെ 2 പ്രാവശ്യം വെക്കേണ്ടി വന്നു. പിന്നെ നമ്മളത് ഓഫീസിലെത്തി. ഓഫീസിൽ ഇപ്പോൾ പതിവ് പോലെ നമ്മൾ എല്ലാവരുടെ അടുത്തും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ റിസപ്ഷൻ നോക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ ആളില്ല. പിന്നെ അവൾ എന്നോട് പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എന്താ ക്യാബിലെത്തി. ഇതാണ് എൻ്റെ ക്യാബിൻ. അപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ ആകുമ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ അവളോട് എന്താ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യമായിട്ട് എന്താ ചോദിക്കുന്നുള്ളത്, അത് എന്താണ് നീ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും തന്നെ ക്യാമറയിൽ നിന്നൊക്കെ ഒരു ചിരി അങ്ങോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല സൂര്യ ഞാൻ ചെയ്തിട്ടില്ല, നീ ചെയ്തോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയും കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കോൺഫറൻസ് കോളിലേക്ക് വരാൻ പറയാണ്. ദൃശ്യ എന്താണ് സൂര്യ പറയാനുള്ളത്? ഭയങ്കര സന്തോഷകരമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ദൃശ്യ വ്ളോഗ്സിനും കണ്ട് കോൺഫറൻസ് കോളിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു സർപ്രൈസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് സൺഡേ വുമൻസ് ഡേ ആണല്ലോ, March 8. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. സോ നമുക്ക് നമ്മുടെ വുമൻസ് ഡേ പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ റോൾ മോഡൽ സൗമ്യ മാമിൻ്റെ ഒരു അപ്ലിക്കേഷൻ. പിന്നെ ടർബോലിക്സ് എന്നും നമുക്ക് സ്പെഷ്യൽ ആണല്ലോ. നമുക്ക് ഓരോരോ എന്താ പറയുക സർപ്രൈസാ തരിക. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരു രീതിയിലുള്ള സർപ്രൈസ് ആയിരുന്നു. ഈ കൊല്ലം വേറെ രീതിയിലുള്ള സർപ്രൈസ് ആണ്. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഇതായിരുന്നു. ഇപ്പോൾ വിദ്യാമാണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വപ്നയ്ക്ക് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനായിട്ടോ. അപ്പോൾ എനിക്ക് ശ്രുതി മാമാണ് തന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് ശ്രുതി മാമിൻ്റെ നിന്നായിരുന്നു എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. പിന്നെ ഇപ്പൊ ഈ ബലൂൺ വീർപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പേടി അത് നമ്മൾ പൊട്ടിക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മളത് LKG പിള്ളേരെ പോലെ പിടിച്ച് വലിച്ചും കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ AGM സൗമ്യ മാം ഒരുപാട് വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരില്ലേ, അത് എങ്ങനെയായിരിക്കും അങ്ങനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക, അങ്ങനത്തെ ഒരു ഫിയർ എപ്പോഴും ബാക്കിലേക്ക് ലഭിക്കാറുണ്ട്. ആ ഫിയർ ഞാൻ ഇന്നത്തോടു കൂടി മാമിന്റെ പേടി കളഞ്ഞ പോലെ ഞാൻ എന്റെ പേടിയും കളയുന്നുണ്ട് കേട്ടോ, ആ ബലൂൺ പൊട്ടിക്കുന്നതിലൂടെ. പിന്നെ ഷാന മാം കേട്ടോ, ഇത് സാറുടെ വൈഫാണ്, നമ്മുടെ MDന്റെ വൈഫാണ്. ഇത് മോനാണ് കൃഷ്. അപ്പൊ അവരും കൂടെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അത്രയും തിരക്ക് പിടിച്ചൊരു സമയത്ത് അവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ നമുക്ക് ടീ ടൈം ആയി. അത് കഴിഞ്ഞുള്ള ഒരു സൂംബ സെക്ഷൻ ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളിയായിരുന്നു. നല്ലൊരു എന്താ പറയുക എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പീരീഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അന്ന് മാത്രം ഞാൻ വിട്ടു നിന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്നാലും പറ്റുന്നത്ര ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഫുള്ള് കഴിച്ചു, ഫുള്ള് ഇങ്ങനെ 2 ഫാമിലി വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ നേരത്തെ എനിക്ക് ഇവിടെ 5:30 തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് വന്നു. ഞാൻ ആ 2 ദിവസം കഴിഞ്ഞു. പിന്നെ രാധേച്ചിയുടെ ആ ഫീഡ്ബാക്കും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു മൊമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു കേട്ടോ സൂംബ സെക്ഷൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ദൃശ്യ വ്ളോഗ്സ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. ബ്ലഷ് ഇട്ട പോലെ അവള് വേർത്ത് കുളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവള് പറയുന്നുണ്ട് വേർത്ത് കുളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വോയിസ് കട്ട് ചെയ്യണമെന്ന് മെയിനായി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ് ഗൈസ്. എനിക്ക് ഇവിടെ സൂമ്പൊക്കെ കഴിഞ്ഞാണ്. അത് അടിപൊളിയായിരുന്നു. ശരണ്യൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് വരും. അതെ നന്നായി ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ അതാ വീട്ടിലിരിക്കുന്നതിനേക്കാളും അലമ്പായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. മുടി കണ്ടു ഗൈസ്.
ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? നമ്മൾ കാലിക്കറ്റ് നോട്ട് ബിരിയാണി കഴിക്കാൻ പോവാണ്. യെസ് ഗായ്സ്, വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മള് ആ അമ്മേ ഇവിടെ പെരുവെയിലാണ് ഗായ്സ്. അപ്പൊ വെയിലാണ് സഹിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ മൈക്ക് വാങ്ങിച്ചിട്ട് കുറെ കാലമായി, പക്ഷെ ഞാൻ അതിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പൊ ഞാന് ഇവിടെ സെറ്റ് ചെയ്യണം, പക്ഷെ ചെയ്തിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ടീം ലഞ്ചിന് പോവാണ് കേട്ടോ. അപ്പൊ കാലിക്കറ്റ് നോട്ട്ബുക്കിലാണ്. അപ്പൊ ഇതാ അവിടെയും നമുക്ക് സർപ്രൈസ് നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടീം ലഞ്ച് ആയിരുന്നു. ഞാൻ ഇത് കണ്ടില്ലായിരുന്നു, അത് പിന്നെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഇത് നമ്മുടെ അഞ്ജലി, പിന്നെ ജിൻചേച്ചി, നമ്മുടെ വീട്ടിൽ എല്ലാത്തിലും കാണുമല്ലോ, ജിൻചേച്ചി, ശരണേച്ചി, എല്ലാവരും ഉണ്ട്. അതാ ശരണനാഥ്, ശാലിനിച്ചി, എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ടീം ലഞ്ചിന് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് റെനീഷേച്ചിയാണ്, ഹായ് പറയ്. ആ ഇത് ജിൻഷ സുകേഷ്, ശരണ്യ പി, ഇതൊരു ശരണ്യനാഥ്. 2 ശരണ്യകളും എന്റെ ക്യാബിനിൽ തന്നെയാണ്. പിന്നെ ശാലിനിച്ച് എല്ലാവരും ഉണ്ട്. അപ്പത്തേനും തന്നെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിയും പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ വാരി വലിച്ച് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ബിരിയാണി തന്നെ വേണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു ബിരിയാണി പകുതി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിച്ച് പിന്നെ പൊറോട്ട ഞാൻ ജിൻസിയുടെ കയ്യിൽ നിന്ന് ഒരു വായക എടുത്ത് കഴിച്ചു. അല്ലാതെ ഞാൻ വേറെ കഴിച്ചൊന്നുമില്ല, എനിക്ക് എന്തോ കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മളത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറാൻ നിൽക്കാനായിട്ട്. അപ്പൊ നമ്മൾ ക്യാബിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഫോണിൽ ചാർജിലാന്ന് പറഞ്ഞ് ഞാൻ ചാർജർ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് മുകളിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിന്റെ പൊന്നൊന്നും പറയാനില്ല. ടു എൻഗ്രേവ് റിമാർക്കബിൾ എക്സ്പീരിയൻസ് എന്ന പോലെ റിമാർക്കബിൾ ആയിട്ടാണ് നമുക്ക് ഓരോ വുമൻസ് ഡേ മാത്രമല്ല എല്ലാ പരിപാടിയും നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇത് മെന്റലിസ്റ്റ് ആദിൽ, ആളെ കുറിച്ച് പറയുന്ന ആളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, എങ്കിലും തന്നെ പിന്നീട് അങ്ങോട്ട് വിശ്വസിച്ചു കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ ചീട്ടൊക്കെ എടുത്തിട്ട് നമ്മള് കണക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അയാളുടെ സ്റ്റോറി ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്പർ അല്ലെങ്കിൽ ABC ആയിരിക്കും കാണും. ഇത് ഗോൾഡാണ്, ബാക്കിലുണ്ടാവും. ഓക്കെ, അത് പിടിക്കാം, കൈ പിടിക്കാം. ഓക്കെ, ചലഞ്ച് എന്താണെന്ന് പറയട്ടെ. ഞാൻ 30 സെക്കൻഡ് ഇതിൽ ടൈമർ ആവുമ്പോഴത്തേന് ഒരു ഇതേപോലത്തെ 4 കാർട്ടുണ്ടാവും. ഇപ്പൊ നമ്പർ ആണെങ്കിൽ അതേപോലത്തെ 4 കാർട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കും. സെറ്റാണോ? അവിടെ 4 കാർഡ് സിമ്പിളായി തിരിച്ചു വെച്ചു, നല്ല പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, 4 ഉണ്ടാവും. അത് ഇവിടെ വെച്ചാൽ മതി. ഓരോന്നോരോന്നും ഇവിടെ വെച്ച് സിമ്പിളായി ചെയ്യാൻ പറ്റും. അത് 2 ആണോ, 2 കാണിച്ചു നോക്കും. കുഴപ്പമില്ല. ഓക്കെ, അതവിടെ വെച്ചു. ഈ 3 ഉണ്ടാവും. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്തേ. പെട്ടെന്ന് സ്പീഡ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് ഇട്ടാ നല്ല സ്പീഡ് ചെയ്യണം. ആ, 5 സെക്കൻഡായി, 10 സെക്കൻഡായി. സ്പീഡ് ഉണ്ടോ? 4 ആയി. ഇത്ര പെട്ടെന്ന് 4. ഈ 4 ഇത് ഞാൻ എടുത്ത നമ്പർ ഏതാന്ന് ആൾക്കറിയില്ല. പക്ഷെ ആള് പറഞ്ഞു എന്റെ സ്റ്റോറി ഒന്ന് എടുത്ത് നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ നമ്മള് പറഞ്ഞ എന്റെ നമ്പർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഹരിപ്രേന്റെ അടുത്ത് ഒരു ഇതുണ്ടായിരുന്നു. ആ ബുക്ക് നോക്കിയിട്ട് ഒരു വേർഡ് അവള് പറയും, അത് അവര് ബോർഡിൽ എഴുതും. എല്ലാം സത്യമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഷോക്കായി മൊത്തത്തിൽ. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും കോൺസെൻട്രേഷൻ വേണം കേട്ടോ. അതെനിക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതുവരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ 4 പേരും ഒന്നും പറയാനില്ല, അമ്പരപ്പായിരുന്നു. അതില് എന്താ പറയാ, അവര് പറയുന്ന പോലെ എല്ലാം നമ്മള് ഇമാജിൻ ചെയ്ത് കോൺസെൻട്രേറ്റ് ആയിട്ട് അത് ഇമാജിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹിപ്നോട്ടിസം ഇല്ലേ, അതാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ഹിപ്നോട്ടിസം ആണ് അതിൽ വരിക കേട്ടോ. അപ്പൊ ആളിതിൽ പോയി എന്നാണ്. അത് കഴിഞ്ഞ് രംബേച്ചി, ദിവ്യേച്ചി, ജ്യോതിച്ചി ഇവരായിരുന്നു കുറച്ച് നേരം കൂടെ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രംബേച്ചി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജ്യോതിച്ചി. നമുക്ക് ഈ വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവും കേട്ടോ. എന്താ പറയാ, എനിക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയ അവർ പറയുന്ന പോലെ രീതിയിലേക്ക് ഇരുന്ന് നമ്മൾ മരിച്ചുപോയ ആള്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള്, ഐ മീൻ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അയാളുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദിവ്യേച്ചിയുടെ അമ്മനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെല്ലാവരും സന്തോഷം. ദിവ്യേച്ചിക്ക് ഇത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു വുമൻസ് ഡേ ആയിരിക്കും. അപ്പൊ നമുക്ക് കമ്പനി അത്രയും നല്ലൊരു ഇതാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, മൊമെന്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ നികിതയ്ക്ക്, രാധേച്ചിക്കൊക്കെ സമ്മാനം ഇത് കിട്ടായിരുന്നു, ട്രോഫി കിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും നല്ലൊരു വുമൻസ് ഡേ നമുക്ക് തന്ന ടർബോലെക്സിന് ഒരുപാട് നന്ദി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്തിന്റെ ഇതിലാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഇത്രത്തെ വീഡിയോ, താങ്ക് യു.